ഹായ്, ഷമീർ ദോസ്തിയാണ്. ഇത് ഞാനുള്ളത് ആറളം ഫാമിലാണ്. ആറളം ഫാമിൽ ഈടെയായിട്ട് കശുവണ്ടി കാഷ്നട്ട് പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അതായത് അണ്ടിപ്പരിപ്പ് ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ടി അത് പരിപ്പാക്കി അത് നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല പാക്ക് ചെയ്ത് അത് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു യൂണിറ്റ് അത് അടുത്തായി തുടങ്ങിയതാണ്. അതിൻ്റെ അവരുടെ ക്വാളിറ്റിയും അവരുടെ പ്രോസസ്സിങ്ങും ഒക്കെ ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, കഴിച്ച് നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടാ. ഇതൊക്കെ 180 ആണ്. ഇത് 180 വരും, ഇത് 320 വരും. ഇതൊക്കെയാണ് ഗ്രേഡ്സ്. അപ്പോൾ ഈ ഗ്രേഡൊക്കെ തിരിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടാകുക. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി തന്നാണ്. നല്ല ചൂടോടെ ചൂട് സൂപ്പർ. ഈ മേഡമാണ് ഇതിന്റെ ഇൻചാർജ് അല്ലേ? മേഡം കുറേ തുടങ്ങിയിട്ട് ഇതിപ്പോ ഒരു മാസമായി അല്ലേ? അപ്പൊ ഇതെങ്ങനെയാ ഇതിന്റെ പ്രോസസ്സിങ് വരുന്നത്? ഇത് പുഴുങ്ങിയിട്ടതാണ്. പുറത്തുള്ള മെഷീനിൽ പോകാൻ. എന്നിട്ട് ഇത് പുഴുങ്ങിയിട്ട് 14 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് മുറിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇപ്പൊ ഇന്ന് പുഴുങ്ങിയിട്ട് നമുക്ക് നാളെ വന്ന് മുറിക്കാം അല്ലേ? അപ്പൊ മുറിക്കാൻ വേണ്ടി ഇടുന്ന മെഷീൻ ഏതാ? മുറിക്കാൻ ഇടുന്ന മെഷീൻ ഇതാണ്. ഇത് എന്തിനു ഉപയോഗിക്കുന്ന? ഇത് നമ്മള് അവിടെ അണ്ടി പുഴുങ്ങാൻ വേണ്ടി ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നല്ലോണം തളിച്ച് ഇവിടെ ഈ സൂചിയിലെ 130 എത്തുമ്പോഴത്തേക്ക് നമുക്ക് നീരാവി അങ്ങോട്ട് തുറന്നു വിടണം. എന്നാലേ ആ നീരാവിലാണ് അണ്ടി വേവുക. ഈ വെള്ളം ഒഴിച്ച് ഇവിടെ നീരാവിയായിട്ട് നീരാവിന്റെ പ്രഷർ കൊണ്ടാണ് അവിടെ വേകുക. ആ കശുവണ്ടി ഇവിടെ വെള്ളം ഒഴിക്കും, അവിടെ കശുവണ്ടി ഇടും. 100 കിലോ വൺ ടൈമിൽ പുഴുങ്ങാൻ പറ്റും. 2 മണിക്കൂർ ഇനിയിപ്പോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഓവണാണല്ലേ? 8 മണിക്കൂറാണ്. 8 മണിക്കൂർ നമ്മൾ ഇങ്ങോട്ട് ഉണക്കിയിട്ട് വേണം പുറത്തെടുക്കാം. 8 മണിക്കൂർ ഇതിൻ്റെ അടുത്തിട്ട് ഉപയോഗിക്കും. അതായത് പിന്നെ ഓക്കെ ഹീറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, ഇതാണ് അണ്ടി വറക്കുന്ന സംഭവം. ഇതാണല്ലേ? പിന്നെ ഇവിടുന്ന് ഇത് ചെയ്തതാണല്ലേ? ഓൾറെഡി ഹീറ്റ് ചെയ്തല്ലേ? എന്നിട്ട് പിന്നെ ഇത് തോല് കളഞ്ഞിട്ട് 1 മണിക്കൂർ പിന്നെ ചൂടാക്കും. ഇത് തോല് കളഞ്ഞതാ? നിങ്ങൾ കൈ കൊണ്ടാ കളയുന്നല്ലേ? ഓക്കെ, എന്നിട്ട് ഇതായി വന്നു അല്ലേ? ഇനി അടുത്തത് പിന്നെ വീണ്ടും ഓവണിൽ ഇട്ടിട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇത് തോല് കളഞ്ഞതാണ് അല്ലേ? കർമുറ. അത് നല്ല അതിന്റെ ഇത് കിട്ടാൻ വേണ്ടി അല്ലേ? അത് കടിക്കുമ്പോൾ അത് കർമുറ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിന്റെ ഫ്രഷ്നെസ്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഡയറക്റ്റ് പേക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഡയറക്റ്റ് പേക്ക് ചെയ്യാം.
അതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് മെത്തേഡ്സ് അല്ലേ. ഒരു മാസമായിട്ട് ചേച്ചി എങ്ങനെ റെസ്പോൺസ് ഉണ്ടോ? അങ്ങനെ സാധനങ്ങൾ വിറ്റ് ചെയ്യുന്നുണ്ടോ? ഗുളിക തുടങ്ങി അല്ലേ? ഞാൻ പത്രത്തിൽ ദേശാഭിമാനി കണ്ടു, അപ്പോൾ അതിന് ശേഷമാണ് വിളിച്ചത്. എത്ര കിലോന് കൊടുക്കുന്നത്? 1000 രൂപ കൊടുക്കുന്നത് അല്ല, ഫ്രഷ്. അതായത് ഇതിന് ഗ്രേഡ് ഇല്ലേ ഈ കേശ് വണ്ടി? അപ്പോൾ ഈ ഗ്രേഡ് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എല്ലാം നിങ്ങൾ മിക്സ് ആക്കി കൊടുക്കലാണോ? ഫാമിലെ തന്നെ കശുവണ്ടിയാണല്ലേ? അതായത് ഫസ്റ്റിനൊക്കെ 180 1800 ഉണ്ട് ആ റേറ്റ്. അപ്പോൾ നിങ്ങൾ ഉള്ളത് സാധനം കാണുന്നത് നല്ല വലിപ്പമുള്ള സാധനങ്ങളാണ്, മിക്സ് ആയിട്ട് വരുന്നതാണ് അല്ലേ? ഇതൊക്കെ ഇതില് നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ എന്തായാലും ഫ്രഷ് ആയിട്ട് കഴിക്കാം എല്ലാവർക്കും അല്ലേ? അപ്പൊ ഇതിപ്പം പിന്നെ അതായത് ഈ 2 മെഷീനും പിന്നെ ഒരു ഇത് ചെയ്യുന്നത് സ്റ്റീം ചെയ്യുന്നതും അല്ലേ? അതായത് നിങ്ങൾ പുഴുങ്ങുന്നതും ആ 3 മെഷീൻസ് മെയിനായിട്ടുള്ളൂ അല്ലേ? തിന്നാൻ തന്നിട്ടുണ്ട്. നല്ല അടിപൊളി കർമുറ, സൂപ്പർ. ഇതാ പിന്നെ അപ്പോഴേ ഇതിപ്പോൾ കുടുംബശ്രീക്കൊക്കെ തുടങ്ങാൻ പറ്റുന്ന യൂണിറ്റാ അല്ലേ? ഇതേപോലെ ഇനിയും ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റും അല്ലേ? ഇനി കശുവണ്ടിക്ക് ക്ഷാമം ഉണ്ടോ? അതായത് 1 കിലോ കശുവണ്ടി തോടോട് കൂടി വരുന്നത് അത് നിങ്ങൾക്ക് എത്ര ഗ്രാം കിട്ടും? പരിപ്പ് 300 ഗ്രാം വരും അല്ലേ? അപ്പോൾ 1 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ 300 ഗ്രാമേ പരിപ്പ് കിട്ടും അല്ലേ? അപ്പോൾ അത് പ്രോസസ്സിങ് ചെയ്ത് വന്ന് പാക്കാക്കി മാർക്കറ്റിലെത്തിയിട്ട് വിൽക്കണം അല്ലേ? അതാണ് ഇതല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 രൂപയ്ക്കൊക്കെ എല്ലാവർക്കും കൊടുക്കാം അല്ലേ? പിന്നെ നിങ്ങൾ ഷോപ്പ് വേറെ എവിടെയൊക്കെ ഉള്ളത്? ഇരിട്ടി കാക്കങ്ങാട് ആവാത്തൊക്കെ ഉണ്ടോ? ഞാൻ മുഴക്കുന്നില്ല. അതെ അതെ, ഇരട്ടി ഷോപ്പൊന്നുമില്ല നിങ്ങളെ കൊടുക്കുന്നത്? തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? ഉഷാറാ. അപ്പോൾ ഇതിനൊക്കെ എക്സ്പെൻസ് കുറേ വരുമോ? അറിയോ? മെഷീനൊക്കെ അറിയില്ല അല്ലേ? അതെ അതെ അതെ, ഡെവലപ്പ് ആവും തീർച്ചയായും. കാരണം നല്ല ഫ്രഷാണ് കൊടുക്കുന്നത്. ഇപ്പം വ്യാജമായിട്ട് ഒരുപാട് അണ്ടിപ്പേര് പിറങ്ങുന്നുണ്ടെന്നൊക്കെ വീഡിയോ കാണുന്നു. പക്ഷേ അതൊന്നും സത്യാവസ്ഥ അല്ലാന്നും പറയുന്നു. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ചൂടോടെ അണ്ടിപ്പേര്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂടോടെ അണ്ടിപ്പരിവ് വാങ്ങി കഴിച്ചിട്ട് പോവാം. ഫസ്റ്റ് ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. കണ്ട് നോക്കിയിട്ട് വാങ്ങാം. സുഖമായിട്ട് ഇവിടെ സ്പോട്ടിൽ പേക്കാക്കി തരും. ഇവിടുന്ന് ഇരിട്ടിയിലൊക്കെ ഇവരെ ഇതുണ്ട് അല്ലേ? ഇതിൻ്റെ അവരെ നമ്പർ ഞാൻ ഇത് താഴെ കൊടുക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെത്തിച്ചേരും. ഓക്കെ. ഒരു 500 ഗ്രാം എനിക്ക് വേണം. ഇപ്പോൾ ഇത് 500 ഗ്രാം ഞാൻ പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ഫ്രഷ് സാധനം ചൂടോടെ അടുപ്പിൽ നിന്ന് എടുക്കുകയാണ്. ഓവൻ യൂണിറ്റ് എങ്ങനെയാണ്? ഇത് ഫാമിൻ്റെ അണ്ടറിലാണോ? അല്ല, ഇത് നമുക്ക് ഈ കെട്ടിടം പണിത് തന്നത് നബാർഡാണ്. ആ, നബാർഡ്. നബാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ ഓണർമാർ? ആ, നമ്മൾ 5 പേര്. 5 പേരാണ്. 5 പേരാണ് ഇതിൻ്റെ ഓണർമാരല്ലേ? ആ, നിങ്ങൾ സെക്രട്ടറി. ഓക്കെ. നിങ്ങൾ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് മല്ലിക. ഓക്കെ. അപ്പോൾ ഇവരെ സ്വന്തം പ്രൊഡക്റ്റ് ഇതാണല്ലേ? യൂണിറ്റാണ്. ലാബാടൊക്കെ സഹായിച്ചു അല്ലേ? 5 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്ത് ഞാൻ ചെയ്യുന്നു. ഓ, അടിപൊളി. ഇനി ഒരുപാട് പേര് ജോലിക്കും വരട്ടെ, ഒരുപാട് ഓർഡറുകൾ ഇനിയും കിട്ടട്ടെ അല്ലേ? ഓക്കെ. ഇതെനിക്കുള്ളതല്ലേ? എനിക്കുള്ളത്. അപ്പോൾ ഇത് 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ്. ഇത് എത്ര റേറ്റ്? ഇതിന് 1000 രൂപയാണ്. നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് 800 രൂപയ്ക്ക് വെച്ച് തരാം. ആ, 800 രൂപ. അപ്പം 400 രൂപ ഞാൻ തരണം അല്ലേ? 100 രൂപ ഡിസ്കൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. അതുകൊണ്ട് അടിപൊളി കാഷ്നട്ട് കറമുറയൊക്കെ തിന്നാം, എപ്പോഴും തിന്നാം, എവിടെയും തിന്നാം. പോരി ഇടത്തോട്ട് ആർലം ഫാം. ബ്ലോക്ക് എത്ര ചെയ്ത്? ബ്ലോക്ക് 10 ലാസ്റ്റ്. അംഗൻവാടി ഉണ്ട് അല്ലേ? അംഗൻവാടി കഴിഞ്ഞ ഉടനെ. ഓക്കെ, ബൈ.